Hi guys, welcome back to my YouTube channel, not my hair. സോ ഞങ്ങൾ ഇന്ന് ഒരു കൂട്ടുകാരത്തിൻ്റെ അടുത്ത് പോവാം. 4-4.5 മണിക്കൂറുണ്ട് ഇവിടുന്ന്. ഞങ്ങൾ ഹറി ബറി ആയിരുന്നു ഇന്ന്. സോ എന്താ പറയുക, എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. 7 മണിക്ക് എണീറ്റിട്ട് പറയും 7:45 ഇറങ്ങണമെന്ന്. അത് പോട്ടെ, 7 മണിക്ക് എണീറ്റിട്ട് നമ്മൾ ഒരുങ്ങാൻ കയറുവാണെങ്കിൽ പ്രശ്നമില്ല. ഇതാ മറ്റവളെ വിളിച്ചിട്ട് ഇന്ന് ഞങ്ങൾ വരണോ, ഇന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് വണ്ടി ഉണ്ടോ എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ 7:26 7:45 ഇറങ്ങണം. ഞങ്ങൾ ഈ സുന്ദരികളെല്ലാം ഒരുങ്ങി വരുമ്പോഴത്തേക്കിനും ഒത്തിരി ടൈം ആവുമല്ലോ. ഇനിയിപ്പോൾ വേറൊരു സ്റ്റേഷനിൽ നിന്ന് ജിനോ ചേട്ടൻ കയറും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ 2 പേരും കൂടെ ഉണ്ട്, ഹരിച്ചേട്ടനും ഫെബയും. അവർ 2 പേരും കൂടെ ഡയറക്റ്റ് അങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇവിടെ നിന്ന് പോകുന്നത് ഗൈസ്. ഗൈസ്, സോ അറിയത്തില്ല ഞങ്ങൾക്ക് ടൈമിന് ട്രെയിൻ കിട്ടുമല്ലോ. ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ 1 മണിയാകുമ്പോൾ ചെല്ലും, ഫുഡിൻ്റെ കൃത്യ ടൈമിൽ. അറിയത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ 2 മണി 1 മണി എറൗണ്ട് ആ ഒരു ടൈം ആകും. ഇവിടെ പാൽ സൃഷ്ടും. സോ അപ്പം ഇന്നലെ ലഡ്ഡു ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഹൽവ ലഡ്ഡു, നല്ല ഹൽവ ക്യാരറ്റ് ഹൽവയാണ്. അതിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അത് ഉണ്ട പിടിച്ചു. അപ്പോൾ ഒന്നും ഇവിടെ പറയാതെ ലഡുവാന്ന്. ഒരു തേങ്ങ അറിയത്തില്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പേഴ്സണെ കണ്ടിട്ട് ബാക്കിയെടുക്കാം. ബൈ. നമ്മളപ്പോൾ ഇപ്പോൾ ധൃതി വെച്ച് പോവുകയാണ്. സമയം ഒട്ടുമില്ല നമ്മൾക്ക്. അവള് പോകുന്നുണ്ടോ? അപ്പിട്ടിട്ട് പോലും ഇല്ല. ഇനി ട്രെയിനിൽ കയറിയിട്ട് വേണം അപ്പിയുടെ. സാരില്ല, നമ്മൾ ആ അപ്പിടുന്ന സമയം നമ്മൾ ഒരുങ്ങാനെടുത്തു. അതുകൊണ്ടാണ് ഗൈസ്. നമുക്കപ്പോൾ അപ്പിടുമ്പോൾ കാണാം. അല്ല, അയ്യോ ഈ തീറ്റ പിള്ളേരെ കൊണ്ട്. ശരിയേ. സോ ഗായ്സ്, നമ്മൾ ഭയങ്കര ധൃതി വെച്ച് പോവാം. ഞങ്ങൾ പറഞ്ഞില്ലേ നെക്സ്റ്റ് പേഴ്സൺ വേണമെന്ന്. ആളെ കിട്ടിയിട്ടുണ്ട്, ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പോവാണ്. 2 കൂടെ സൊള്ളി നടന്നുകൊണ്ടിരിക്കുക. എപ്പോൾ എത്തുമെന്ന് കർത്താവിനറിയാം. അതെ അതെ, കപ്പിൾസാ. പക്ഷെ 2 പയ്യും കൂടെ കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഗായ്സ് ഞങ്ങൾക്ക് കൃത്യ ടൈമിൽ ട്രെയിൻ കിട്ടുമല്ലോ എന്ന് കർത്താവിനറിയാം. ബിക്കോസ് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒത്തിരി ലേറ്റായി, നല്ല രീതിയിൽ ലേറ്റായിട്ടുണ്ട്. ഈ ചെറുക്കൻ വരാൻ ലേറ്റായി, ദാറ്റ്സ് വൈ. അതെ, ഞങ്ങൾ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരുന്നു, ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. സോ അതുകൊണ്ടും കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ ട്രെയിൻ കിട്ടുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ അത്രയേ ഉള്ളൂ. ഇവളെന്നെ വഴക്ക് പറയുക ഗായ്സ്. വെറും വൃത്തിയായിട്ടാണ്. അവളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പൊട്ടിക്കണം കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രതികാരം. എന്നിട്ട് കുറേ ലൈക്കും കൊടുത്ത് കുറേ കമൻറ്റ് വിടണം. കമൻറ്റ് ഇടുമ്പോൾ പറയണം ബ്യൂട്ടിഫുൾ ചിപ്പിന്ന് മാത്രം. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി വഴിയേ പറയാവേ. നമ്മൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ എത്തി, ഓടിയാണ് വന്നത്. എവിടെ? റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ തുടക്കത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ല, നമ്മളെത്തി, ഇപ്പം എത്തും. 2nd പ്ലാറ്റ്ഫോമാണ്. സോ ഇവിടെ തന്നെ. പിന്നെ ഈ വൃത്തിയുടെ പിള്ളേർ കുറേ നേരം എന്നെ കളിയാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾ ആരെങ്കിലും മറ്റാച്ച കുടിച്ചിട്ടുണ്ടോ? അല്ല, ബ്രൂ കാപ്പി ഉണ്ടോന്ന് ചോദിച്ചില്ല, എന്നെ കാപ്പി ഉണ്ടോന്ന് ചോദിച്ചില്ല. വേണം നിനക്ക് ഞാൻ മറ്റാച്ച ഉണ്ടാക്കി തരാം. അല്ല, ഞാനത് ഫണ്ണാക്കാൻ നോക്കിയതാ ഗൈസ്. പക്ഷെ ഇവളാണെങ്കിൽ മറ്റാച്ച വേണം പറയണം. ഞാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരാം നാട്ടിലുള്ളവർക്ക്. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ DM ചെയ്യാം. സോ നമുക്ക് വാട്ടാ ഗൈസ്. ഞാൻ അത് അങ്ങനെ അല്ല ഉദ്ദേശിച്ചേ. ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്ന സാധനങ്ങൾ വേറെ, വന്നത് വേറെ ആയിപ്പോയി ഗൈസ്. ഒന്നും പറയാനില്ല, എന്തേലും തെറ്റ്. ശരിയെന്നാ. സോ ഗൈസ്, ഇത് എൻ്റെ ബ്ലോഗ് നിർത്തിക്കേ. ഇത് ലഡ്ഡു അല്ല, ഹൽവയല്ലേ? ഹൽവ, ക്യാരറ്റ് ഹൽവ. നിനക്ക് വേണോ ജിനോ ചേട്ടാ? വേണ്ട. ഹായ്. കണ്ടവരോട് മൊത്തം ഹായും കൂടും പറഞ്ഞു. ഒന്നുകൂടെ മാറ്റിയെടുക്കാം. ഇഷ്ടപ്പെട്ടില്ല. പെണ്ണുകളെ പോലെ അവനാണ് ജിനോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതാണ്.
ചോദിച്ചു വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി. സോ വെയിറ്റ് ചെയ്യുക ഞങ്ങളിനി ട്രെയിൻ ലേറ്റായി ഗൈസ്. ഇനി അവരുടെ അടുത്ത് കാണാം കേട്ടോ. ഞങ്ങളുടെ കുറച്ച് അല്ല നമ്മൾ മ്യൂണിഷനിൽ അവിടെ ചെല്ലുമ്പോൾ അവരെ കാണിക്കാം. അവർ 2 പേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല പോയേ അവിടെ ചെന്ന് കാണാം. പാമ്പറിന്റെ കവറൊക്കെയാ സാധനം എടുത്ത് വെച്ചിങ്ങനെ. ഇതാണ് ഗൈസ്. ഇതോ പാമ്പറിന്റെ അല്ല കേട്ടോ ഗൈസ്, ടിഷ്യൂ പേപ്പറിന്റെ കവറാണ്. ബിക്കോസ് വേറെ ഒന്നും കിട്ടിയില്ല, ഒട്ടും ടൈമില്ലായിരുന്നു. ഒരുത്തോണ്ട് ഞാൻ വന്ന് പാക്ക് ചെയ്യാൻ, അവൾ പെട്ടെന്ന് പാക്ക് ചെയ്ത് വെച്ചതാ ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവളുടെ റൂമല്ല, അവൾക്ക് അറിയത്തുമില്ല എല്ലാം എവിടൊക്കെയാണ്. സോ എന്തോ ഓർഡർ വന്നിട്ടുണ്ട് ഗൈസ്. അല്ല അത് ഓഫർ കാണിക്കുന്ന കൈ കഴിക്കുന്നു. ശരി ഗൈസ്, മിൻഷൻ ചെന്നിട്ട് വരാം. ജിനോ ശരി പറ. ഞാനാണെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വലിയ ഷോയും കാണിച്ച് മാറി നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞ പറക്കുക. ഉടനെ ജിപ്പി എന്നോട് ചോദിക്കുക സമയമുണ്ട് പോവില്ലേ. ആർക്ക് നമുക്ക് സമയമുണ്ട്, പയ്യെ പോയാൽ മതി. ഞാൻ ചമ്മിപ്പോയി ഗൈസ്. എല്ലാവരും എന്നെ നോക്കി, അവർക്ക് ഭാഷ മനസ്സിലായില്ലല്ലോ, നമ്മുടെ ആഴ്ച കണ്ടിട്ട് മനസ്സിലായി. ഞാനിങ്ങനെ തെറിച്ചു പോന്ന ഞാൻ പെട്ടെന്ന് നിന്ന് ഇതിലൊന്നും പെടാത്തത്. അതിപ്പോ ചിന്നോയ്ക്കിപ്പോ വലിയ പ്രോബ്ലമാ. ആ പെണ്ണുമ്പോൾ അവള് ഇവിടെ ഒരു ചെറുക്ക് അയ്യോ അതിന്റെ അടുത്ത പാർട്ട് വന്നു. അതുമല്ല അല്ല എത്ര മണിക്കാ ട്രെയിൻ? ഇപ്പൊ എല്ലാരും കയറി സീറ്റ് പിടിക്കും, നമ്മൾ നിൽക്കേണ്ടി വരും. കാലൊടി ഒന്നാമത്തെ നടുവടി ചവിയണം. വീണില്ല ബൈ. ചിനോ ഇതാണ് ഗൈസ് മിൻഷനിലോട്ട് പോകുന്ന വണ്ടി. അത് കയറാം, അതിനകത്ത് കയറാതെ നല്ലേ പെടച്ചു പോവുക. സീറ്റ് പിടിക്കും, സീറ്റ് കിട്ടി ഗൈസ്. ഓ നല്ല ഗൈസ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ഓടുമായിരുന്നു കിട്ടാതിരിക്കുക, അവിടെ പിണങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞു ഞാനാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വീട്ടിൽ വിളിച്ചടിയാണെന്ന് തോന്നുന്നത്. അടുപ്പിക്കണ്ണ അയ്യോ എന്നാ കുറഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി പൊയ്ക്കൊണ്ടിരിക്കും. ഇനി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ എടുത്ത് എപ്പോഴും എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ 12 മണിയെല്ലാം കഴിയും അവിടെ ചെല്ലാൻ. 1 മണിക്ക് അടുത്തെത്തും. സോ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്താവും എന്നൊക്കെ. ഒന്നിനും പെടാതെ ഇവിടെ ഒന്നും ഇരിപ്പുണ്ട്. സോ ബാക്കി അവിടെ പോയിട്ട് എടുക്കാം. ശരി. സോ ഗായ്സ് ഞങ്ങൾ മിൻഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് വേണം ഇറങ്ങി പോകാൻ. എൻ്റെ 28-ന് ഓടണം. പക്ഷെ അത് ഇവളുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് മനസ്സിലാവത്തില്ല. അവൻ എന്നെ വിളിച്ച് കാണിക്കുമായിരുന്നു 25 സെൻറ്റിൻ്റെ കുപ്പി ഇരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും അത് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പം ഞങ്ങൾ ഓടണം ഗായ്സ്. തണ്ട് അവർ വന്നുണ്ട്. ഇനിയിപ്പോൾ ഓടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് അയ്യോ അവരെ കിട്ടുന്നില്ല. അപ്പോൾ ശരി ഗൈസ്, അടുത്ത് അവരെ കണ്ടിട്ട് നമുക്ക് ബ്ലോഗ് വായിച്ചെടുക്കാവേ. ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാണ് ട്രൂ ഫ്രണ്ട്സ്. നോക്ക് ഗൈസ്, നമുക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി കൊണ്ടാക്കിക്കൊണ്ട് പണം നിൽക്കാൻ പാവം. ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. ഞങ്ങൾ തിന്നാൻ പോവാം. പിന്നെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ്. അത് ഹരി, മറ്റേത് ഫെബച്ചി. അതാണ് ഫെബച്ചി. സോ ഇപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ പോകാൻ ഞങ്ങൾ ഇരിക്കുന്നിടം ഭയങ്കര സൈലൻസ് ആയിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന് കഴിച്ചിട്ട് പതിയെ പോകണം ഗൈസ്. ഞാൻ പോവാം.
ആക്ച്വലി ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദം കുറച്ച് വേണം സംസാരിക്കുക. ഞങ്ങൾക്ക് വേറെ നോക്കിയിട്ട് കിട്ടിയില്ല, ബിക്കോസ് ഇവരും കൂടെ ഉണ്ട്. അപ്പോൾ 4 പേര് ഇരിക്കുന്ന ഇടം ഉള്ളു ഇവിടെ. ആക്ച്വലി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. എന്നാ ഇതിൻ്റെ അകത്ത് വിളിച്ചു പറഞ്ഞു ട്രെയിൻ ക്ലീൻ ആക്കുവാണെങ്കിൽ 10 യൂറോ കൊടുക്കാമെന്ന്. അപ്പം തന്നെ അവൾ പരിപാടി തുടങ്ങി. അതെ പൂക്കിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പൂക്കി. തീറ്റയുണ്ട്. നമ്മൾ ഇപ്പം ടൂച്ചിങ് കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് കയറിയിരുന്നു. കാരണം ബോയ്സ് അവിടെ അവരുടേതായിട്ടുള്ള എന്താണ്ടെല്ലാം വലിയ ടോക്കിലാണ്. സോ അതിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അവന്മാർ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. സോറി, ഇടയ്ക്ക് കുറച്ച് ഔട്ടായിപ്പോയി. അപ്പം ഞങ്ങളപ്പം ഇനിയിപ്പം ടൂച്ചിങ് കഴിഞ്ഞല്ലേ, ഇനി 2-3 സ്റ്റോപ്പുകൾ തോന്നുന്നു തിങ്സോ. ഞങ്ങളിവിടെ ഇരിക്കുന്നിടത്ത് ഒത്തിരി ഒച്ച എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കിടന്ന് അമ്മറു ഞങ്ങൾ പറഞ്ഞില്ലേ ബോയ്സ് ഭയങ്കര ടോക്കിലാണ്. അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് അവന്മാർ ടോക്ക് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇപ്പം ബസ്സിൽ കയറി അവന്മാർ ഞാനിപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്യാം. ഗായ്സ് അവള് ചുമ്മാ ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു ഞാനാണ് വ്ലോഗ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഫെബച്ചി. അവൾ ബാക്കിലാണ്. ഞങ്ങളെല്ലാവരും മാറിയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ പ്ലേസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രമണീയ പ്രതികരമായിട്ടിരിക്കുന്നു. നല്ല രസമാണ് കാണാൻ. സോ സൂപ്പറാണ്. സോ അതിലും രമണീയമായ എൻ്റെ ഫേസ് വായും പൊളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തൻ. സോ എൻ്റെ ഇവിടെ ഒരുത്തി. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഗായ്സ് ഞങ്ങൾ ഗാർമിഷിലെത്തി. എൽസേനെ തെണ്ടി നടക്കുവാണ്. ഞങ്ങളപ്പം എൽസേനെ നോക്കി നടക്കുക. എവിടാന്ന് അറിയത്തില്ല. ഇനി അവളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവളെ വീട്ടിൽ പോകണം, വല്ല തിന്നണം. വിശന്നിട്ട് വയറ് മമ്മിക്കും ഡാഡിക്കും ഒക്കെ വിളിക്കുന്നുണ്ട്. സോ ഷോ കാണിച്ചുകൊണ്ട് വരുവാണേ ഇവളെ. പുറകിലുണ്ട് 2 ചേട്ടന്മാർ, ഫ്രണ്ടിൽ ഒരുത്തി പോകുന്നുണ്ട്. സോ ഇവൾമാർ റീൽ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ എടുക്കത്തില്ല ഗൈസ്, അയ്യോ ഭയങ്കര പറ്റും. സോ അപ്പം ഞങ്ങളപ്പം റീലൊക്കെ എടുത്തിട്ട് ഇവൾമാർ റീലൊക്കെ എടുത്തിട്ട് എൽസനെ കൂടെ കണ്ടിട്ട് ബാക്കി കാണാവേ. ഇതേണ്ട ഒരുത്തി നിൽക്കുന്നു. സോ അവളിപ്പോൾ വരും. ഇതാണ് അളിച്ചേട്ടൻ. പറയാം ജാടയാണ്, വലിയ ജാടയാണ്. ജാടയില്ല ഗൈസ് ഒന്നും. ഇനി നമ്മൾ എൽസനെ നോക്കി പോവാണ്. ഇപ്പം എൽസനെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിമേ നമുക്ക് കാണാം. എടി ഇനി ബാക്ക് ക്യാമറ ഇടാൻ പറ്റത്തില്ല. ചെയ്തോണ്ട് തന്നെ ഇടാൻ പറ്റത്തില്ല. കാർമിഷാണിത്. അങ്ങോട്ട് പോകുമ്പോൾ പൊളിയാണ്. പക്ഷെ നമുക്ക് സമയം എത്ര കിട്ടുമെന്ന് അറിയത്തില്ല. ഞാനിവിടെ നിങ്ങളെ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാവേ. ഗായ്സ് എല്ലാവരും എൽസേനെ നോക്കി നിൽക്കുക. ഹരിച്ചേട്ടൻ പെട്ടിയും പാണ്ടവുമായിട്ടാണ് വന്നേക്കുന്നത്. കാരണം അവളുടെ വീട്ടിൽ സ്റ്റേ അടിക്കാൻ വേണ്ടി തന്നെ. ഫെബ മാറി നിൽക്കുക. ഏതോ ഒരു ചെറുക്കനെ ആലോചിച്ച് നിൽക്കുക. ഫെബ അവള് ആരാണ്ടൊക്കെ ഇതിന്റെ റീല് നിങ്ങൾക്ക് കാണാവേ. ഐ ഡോണ്ട് തിങ്ക് സോ ഗായ്സ്. ആൻഡ് നമ്മൾ എൽസനെ വെയിറ്റ് ചെയ്യും. ഞാൻ എന്തിനാ അവർക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്? എന്റെ യൂട്യൂബ് ചാനലിലൂടെ, പക്ഷേ ചിപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ ആരും ഒന്നും കാണണ്ട. അത്രേ ഉള്ളൂ. സോ
നമുക്കപ്പം നമ്മൾ ഇനി പോകുന്നത് അവളിപ്പോൾ വരും. അവൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഞങ്ങൾ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചിട്ട് മറ്റേ സിരിക്കി ജിമിക്കി മൊട്ടക്കി എന്നൊക്കെ അത് കളിക്കാം ഞങ്ങൾ. അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത്. ട്രസ്റ്റ് മീ ഗൈസ്, ഐ വിൽ ഷോ യു ലേറ്റർ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ അവരെ കണക്ക്. എന്താ നിങ്ങളെ മിണ്ടാതിരിക്കുന്നത്? കിടക്കുന്നു. ഹരിച്ചേട്ടൻ പെമ്പിള്ളാറെ പാൻ്റാണ് ഇന്ന് ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. ചിപ്പി കാണിച്ചു കൊടുക്കട്ടെ. ചിപ്പി എന്തേലും പറ. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി നിന്നേ, പാൻ്റ് ഇടാത്ത കാണിക്കട്ടെ. നമ്മുടെ സുഹൃത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. അവൾ മലകൾ താണ്ടി കുന്നുകൾ താണ്ടി ഗൈസ് മല നോക്ക്. എല്ലാരും ഞെട്ടി നോക്കി. അവളെ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എല്ലാരും ഞെട്ടി നോക്കി ഗൈസ്. അയ്യോ സോറി, ഞാൻ അതും കാണിച്ചു. വ്ളോഗിലെല്ലാം നമ്മൾക്ക് കാണിക്കണം. സോ ദാറ്റ്സ് വൈ ഗൈസ്. ഇപ്പോഴും മനസ്സിലായി നമ്മൾ ഇന്ത്യ എന്നുള്ള ആൾക്കാരാണ്. നമ്മൾ പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ ഇന്ത്യൻസ് ആണെന്നുള്ള കാര്യം അവർക്കെല്ലാം മനസ്സിലായി. ഇന്നാ മോൻ്റെ വ്ളോഗ് ഞങ്ങളെ കാണിച്ചു കൊടുക്കും. സോ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ എൽസയുടെ റൂമിലേക്ക് പോവുക. എൽസ ആകെ ക്ഷീണിച്ച്. എൽസ നീ ക്ഷീണിച്ച്. അതാണ്ട് ഒരുത്തി വഴിതെറ്റി പോവാ പോലീസിൻ്റെ അടുത്തോട്ട്. സോ ഓക്കെ ബൈ. ഞാൻ വിളിച്ചാൽ പോവാടെ. അവർ വേറെ റൂട്ട് കാണിച്ചു. നല്ല സൂപ്പർ സ്മെൽ അല്ലേ? സോ നല്ല പ്ലേസ് ആണ്. എൽസ എവിടെ താമസിക്കുന്നേ? എവിടെ താമസിക്കുന്നത്? ഉണ്ടോ ഇവിടെ? അരമണിക്കൂർ വെയിറ്റ് ചെയ്തേ. ഇതുണ്ട് അവിടാണ്. സോ അവിടെ ഇനിയിപ്പോൾ എല്ലാ എണ്ണവും കൂടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ മിക്കവാറും എൽസിനെ അവിടെ നിന്ന് എല്ലാം ഇറക്കി വിടുമെന്ന് തോന്നുന്നു. അവൾ ടാറ്റു എല്ലാം അടിച്ച് സെറ്റായിട്ട് കിടക്കുക. അതങ്ങനെയാണ്. അത് ചുമ്മാതാ വീർപ്പിച്ച് വെച്ചേക്കുന്നത്. മൊത്തം ചോറ. ഐ ഡോണ്ട് തിങ്ക് സോ ഗൈസ്. സോ നമുക്ക് നല്ല സ്ഥലങ്ങൾ ഉറപ്പായിട്ടും കാണിച്ചു തരാം നിങ്ങളെ. അതെ. ഓ എൽസ, ഞങ്ങൾ വന്നതിന് സന്തോഷമുണ്ടോ? ഒന്നുമില്ല. പച്ചവെള്ളം നിന്റെ ഹോസ്പിറ്റൽ അപ്പൊ എവിടാ? അത് ഇവിടെ അരമണിക്കൂറുള്ളോ? ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ലടി. പറഞ്ഞോ അവര് തീർത്തു. ഇവളുടെ ഹോസ്പിറ്റലുകാർ വേറെ വൃത്തിയായിട്ട് വരാട്ടോ. എങ്ങോട്ടാ പോകണ്ട? നമുക്ക് മാത്രം പോകാം. എന്റെ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഗോസിപ്പ് ചാനലായിരിക്കും. ഓഫ് കോഴ്സ് ഗേൾസ് കൂടുതലാണ്. നല്ല വീടാണ് കാണിച്ചത്. ഞങ്ങള് എൽസയുടെ റൂമിലോട്ടേക്ക് കയറാൻ വേണ്ടി പോവാണ്. ബട്ട് ഓ മൈ ഗോഡ്, വാട്ട്സ് ദിസ്? ഗേവ് ബാക്ക്, ഗെറ്റ് ലോസ്റ്റ്. നല്ല വെൽക്കമിംഗ് ആണ് നമുക്ക് കിട്ടിയത് ഗൈസ്. താങ്ക് യു ഗോഡ്. ഷീ ഈസ് ദ ഗേൾ, യു ആർ ദ ബെസ്റ്റ്. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ. ബിസ്തു കൺസ് ബി ദ വിഷൻ വേ. ഓ നൈ, സൂപ്പറാ കേട്ടോ, ഇഷ്ടമായി എനിക്കങ്ങ്. സോ നമ്മളിന്ന് ഇവളുടെ ഹോം ടൂറും കൂടെ നടത്തും കേട്ടോ. എൻ്റെ കൂടെ. സോ ഓ വാവ്, ഇവളുടെ നല്ല രസമുണ്ട് കേട്ടോ. ഗൈസ് കൊള്ളാം. ഓ ഇവക്ക് കുറേ ചെരുപ്പുണ്ട് കേട്ടോ. എന്തോരം ചെരുപ്പ് പെണ്ണിന് കണക്കായി അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കുക്കറിൽ തന്നെ ഇട്ടേക്കുന്നത്. എടി കുക്കറൊന്നും ഉപയോഗിക്കില്ല, എനിക്ക് പേടിയാവും. എടി ലൈറ്റ് എവിടെ ഇടുന്നത്?
കൊള്ളാം കേട്ടോ ഈ കൊച്ചിന്റെ റൂം. പിന്നെ അല്ലെങ്കിൽ സ്മെല്ലാ വരും. ഇതിന്റെ ഉള്ളിൽ സ്മെല്ല് നിൽക്കും. ചോറിന്റെ സ്മെല്ല് നിൽക്കണോ? സോ ഒരുത്തി വന്നിരുന്നു. ലാപ്പ് അവളുടെ കൊള്ളാം കേട്ടോ. പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കൊച്ച്. കൊള്ളാം കേട്ടോ ഇവിടെ. എനിക്ക് വയ്യ. ഞങ്ങളെല്ലാവരും കറി കൊണ്ടുവന്നിട്ടുണ്ടേ. പക്ഷെ എൽസ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ലൈറ്റ് എങ്ങനെ ഇടുന്നേ? മേ ബി ദിസ് വൺ. ഇത് കണ്ടോ, ഇത് ഇടിയിറച്ചിയാണ് ഗൈസ്. ഇത് അവള് അവിയലാന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് അവിയലാന്ന് അവള് പറയുന്നത്. എനിക്കറിയത്തില്ല ഇത് എന്തോ ആണ്. പിന്നെ അവള് കുക്കറിൽ എന്തെല്ലാം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മോരുണ്ടാക്കി. പിന്നെ ഞങ്ങൾ അയ്യോ എൽസ, ഞാൻ എൽസയ്ക്ക് വേണ്ടി ഇന്നലെ ഇതുണ്ടാക്കിയായിരുന്നേ. അതിനകത്ത് ഒത്തിരി ഉണ്ട്. സോ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് എക്സ്പ്രഷൻ. അല്ല, നീ ഒരെണ്ണം ഒന്ന് തിന്നിട്ട്. പ്ലാസ്റ്റിക് ആണ്. ഹൗ ഇറ്റ്സ്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അല്ല, ക്യാരറ്റ് ഹൽവ. അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ. ഓക്കെ, അങ്ങനെ പറഞ്ഞില്ലേ കൊല്ലും ഇവരൊക്കെ എടുത്ത് പറഞ്ഞു, അതുകൊണ്ടാണ്. ഇല്ല ഇല്ല ഇല്ല, ഇവക്ക് വൈഫൈ ഇല്ല. ഒരെണ്ണം എടുത്ത് കഴിക്കാ ഹരിച്ചേട്ടാ. എനിക്ക് ഞാൻ കഴിക്കുമ്പോഴും അങ്ങനെ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. സോ എൽസിക്ക് വായി നോക്കണമെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇന്ന് വായി നോക്കാം. അതെ, ഇതുപോലെ ആവാനുള്ള അവസരമുണ്ട്. ശരിയാ. ഇവിടെ ബൊഫേ ആണ്. എല്ലാരും തന്നെ തോണ്ടിയെടുക്കണം. അവിയൽ തോണ്ടിയെടുക്കുന്ന ചിപ്പി, എന്തോന്ന് തപ്പി നടക്കുന്ന എൽസ, എന്ത് തിന്നാൻ കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഫേബ. ഓ, ഇത് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തോണ്ടിയെടുക്കുന്ന ജിനോ. ഞങ്ങൾ രണ്ടുപേരും കാഴ്ചക്കാരി. അതെ, നമ്മൾ കാഴ്ചകൊണ്ട്. അളവുണ്ട് ദേ, തെളിവ് സകല അളവാ. ഇവിടെ നന്നായിട്ട് കഴിച്ചോ. ഞാൻ വയറ് വാടക കിടത്തോണ്ടാ വന്നേക്കുന്നത്. സൂക്ഷിച്ചോ. ഇനി കുറച്ച് മോരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റ് എനിക്ക് തരും ചിപ്പി. ഇങ്ങനെ ഇവളുടെ മുഖം കണ്ടാ പറയും ഇവള് ഇങ്ങനെ തുപ്പുന്നേം തൂറുന്നേം വേണം. ചുമ്മാ വരുവാണ്. ഞാൻ ഒരാഴ്ച കൊണ്ട് എടുത്തോണ്ടിരിക്കുക. എന്റെ ഇടക്കോട്ടേക്ക് വരും. ഈ ഏജുണ്ട കാര്യം. ഇനി നമുക്ക് എടുക്കാൻ കഴിയും. നമുക്ക് വിളമ്പി തരാനോ അല്ലെങ്കിൽ ഇന്ന മോളെ എടുത്തോന്ന് പറയാൻ നമുക്ക് കാര്യമില്ല. ബൊഫേ എന്ന് പറഞ്ഞാൽ ബൊഫേ. കണ്ടോ, തോരനൊക്കെ തീർത്ത് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കിനി ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. ഇത് ഇന്നലത്തെ ചോറ, അരിയാ. ഇത് അരിയാണ് ഗൈസ്. ഞാനൊരു ഇതുണ്ടാക്കിക്കോട്ടെ മോനെ. ഞാനാണെങ്കിൽ ഒരു ഇതുണ്ടാക്കിക്കോട്ടെ. ഒരു സവോള എടുത്തോട്ടെ. എനിക്ക് സവോള അരിഞ്ഞ് ഞാൻ അരിഞ്ഞോളാം. സാലഡ് ആർക്കെങ്കിലും വേണം? കൈയിട്ടെടുത്തു. അതെന്നാ എടുത്തേ. അത് ഷെയർ ചെയ്താ ക്യാന് കുറച്ച് ഏറെ എടുത്തോ. ഞാൻ ചുമ്മാ പറഞ്ഞു. ഷെയറിങ് ഈസ് കെയറിങ് ഗൈസ്. ആ ഷെയറിങ് കണ്ടോ, ഇത്ര എടുത്തിട്ട് അവള് കൊടുത്തത് കണ്ടോ. ഉണ്ട് നമ്മനെ എടുത്തു. ഓ, അതിനെന്നാ കുറച്ചും കൂടെ എടുക്കണം. മതിയോ? ഞാൻ ഇനി ചോദിക്കത്തില്ല. ഒരൊറ്റ തവണ ചോദിക്കത്തുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ഇനി മുങ്ങി എടുക്കണമായിരിക്കും. ആ സ്പൂൺ ഞാനല്ലെന്ന്. ഞാൻ കഴിക്കാൻ പോവാണ് ഗൈസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഭയങ്കര അലമ്പാണ്.
ഇത് ആരുടെ ഫോണാ? മഴ വെക്കുവാണോ? സോ എല്ലാം കൂടെ അലമ്പാണ്. ഞങ്ങളിപ്പോൾ പുറത്തോട്ടേക്ക് പോകാൻ വേണ്ടി പോവാം. മഴയാണ്. അപ്പം ഞങ്ങൾ ഓർത്ത് ക്യാപ്പ് വെച്ചിട്ടാണ്. അപ്പം എനിക്ക് ഒരുത്തി എടുത്ത ക്യാപ്പ് ഇതാണ്, പക്ഷെ കുഴപ്പമില്ല. സോ ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത് ഫെബ? ഓക്കെ ഗൈസ്, അപ്പോൾ അറിയാൻ പാടില്ല. അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തനോട് ചോദിക്കാം. ഗൈസ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഓക്കെ ഫൈൻ. റൈഷസ് ഫ്ലവറോ അയ്യാതൊക്കെ പറഞ്ഞു കേട്ടോ. സോ ആ ബാഗ് കൊള്ളത്തില്ല. ഇവളുടെ ഫോണാണ്. അപ്പം ഇല്ല പോയില്ല, ഇല്ല ഇല്ല സത്യമായിട്ട് പോയിട്ടില്ല. അവളെന്നെ പേടിപ്പിച്ച് ഗൈസ്. അല്ല പേടിപ്പിച്ചതോളൂ, പേടിപ്പിച്ചില്ലേ. ഹരിച്ചേട്ടൻ്റെ പാട്ടായിരുന്നു നിങ്ങൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്ന. വേറും വൃത്തിയായിട്ട് പാട്ടായിരുന്നു. അവളെ ഹരിച്ചേട്ടനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നൊക്കെ പാട്ടൊക്കെയാണോ എന്തുവാ? എൽസ എന്റെ മോളെ സുന്ദരിയാണ്. ആ പിന്നെ തേങ്ങയാ. ആ കൊള്ളാം കേട്ടോ. അവളും പൊളിയാണ്. എൽസ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അടുത്ത ക്യൂട്ടി വന്നു. അടുത്ത ക്യൂട്ടി വേണ്ട അടുത്ത ക്യൂട്ടി വേണ്ട. സമ്മർ ഇൻ ബത്ലഹേമിനകത്ത് മഞ്ജു വാര്യർ ആണോ? സമ്മർ ഇൻ ബത്ലഹേമിനകത്ത് മഞ്ജു വാര്യറാണ്. അവിടെ വെട്ടത്തോട്ട് നിന്ന് നോക്കിക്ക. മഞ്ജു വാര്യർ തോറ്റു പോകും. ഇതാണ് ഷാറുഖ് ഖാൻ. എല്ലാരും ഷൂ ഇടണം. നമുക്കിനി കാണാം ഗൈസ്. അവള് വ്ലോഗ് എടുക്കും. നമ്മളപ്പം ഇനിയിപ്പം എങ്ങോട്ടേക്കാ പോകുന്നേ? ഓക്കെ ഇത് എന്ത് പാടിയത്? ഹലോ, എല്ലാത്തിൻ്റെയും ഞാൻ എല്ലാ വൃത്തികേടും എടുക്കും. അവർ പോവാണ്. ഞങ്ങളിനി പതിയെ ചെല്ലണം. ഇവർ പറയും ഗായ്സ് ഇത് എടുത്തേണ്ടി ഇവിടെ കൂടുതലും. ആ സെറ്റായി. അവൻ്റെ ഇങ്ങനെ ആയിരുന്നിട്ട് ഇറങ്ങിയപ്പം. നീ ഇങ്ങനെ അല്ലായിരുന്നു അവൻ്റെ ഇറങ്ങിയപ്പം? ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഓ എന്നെ ആടുന്നുണ്ട് ഗൈസ്, ആടുന്നുണ്ട്. സൂപ്പറായിട്ട് ആടുന്നുണ്ട്. അതെ, നിങ്ങൾ ആടുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ ഒന്നുകൂടെ ആട്ടും. കണ്ട നല്ല ആട്ടമുണ്ട്. ദേ നമ്മൾ ഐസ്ക്രീം മേടിച്ചു തിന്നുകയാണ്. ഹരിച്ചേട്ടൻ ഇല്ല. അയ്യോ ഇത് എടുക്കത്തില്ല. ദേ ഗൈസ് പട്ടി പോകുന്നു. ഇവരാണ് ഞങ്ങള് ഇത് നമ്മൾ എന്നെ കളിക്കാൻ പോ ഗൈസ്. സാറ്റ് കളിക്കാം. എത്ര നാൾക്ക് ശേഷം. ഓ മൈ ഗോഡ്. ഞങ്ങക്ക് തന്നെ ഇത്ര സ്ഥലമുണ്ട്. സോ 100 ഒത്തിരി ദൂരം പോവല്ലേ? ഈ ഒരു സർക്കിൾ കണ്ടോ? ഈ ഒരു സർക്കിളും ആ ഒരു സർക്കിളും അത്രേ ഉള്ളൂ. കണ്ടാ മതി. ശരി, അതൊരു കണ്ട റൂള്. നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി തേണ്ടതാണ് മാർക്ക്. എൽസയുടെ ക്യാബ്. എൽസ വൃത്തികേടിനൊന്നും ഇരിക്കുവല്ല, പക്ഷെ എന്നാലും ഒക്കെ വയ്യാഞ്ഞിട്ട കേട്ടോ. ബ്ലോഗ് പോവേ, ലൈവാ. ആകാശം ഭൂമി രാജാവിന്റെ മോളൊരു തച്ചിപ്പാറു ഉണ്ട്. കുളിക്കത്തുള്ളൂ ദിലീപിന്റെ കാറിൽ ഇത് പോരാ. ദിലീപിന്റെ കാറിൽ Yeah guys, ആരോ വീഡിയോ കോൾ ചെയ്യുന്നു.
മൈൻസ് ടു അതെ. എടി കള്ളി സുഖമായിട്ട് പെണ്ണി വെച്ചൂടെ? എനിക്ക് വന്ന എത്ര പറയണ 3 എണ്ണിയാ പോരെ? അതെ. എൽസ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? ഹരി വന്നപ്പോ ഹരി 3 പറയും. അതെ 3. Oh my God! Who is going to count the? ടിൻഡിൻ ടിൻഡിൻ ടിൻഡിൻ. രാജാവിന്റെ മോളൊരു തടിച്ചിപ്പാറു. ഞങ്ങളെന്നാ രാജാവിന്റെ മോളൊരു തടിച്ചിപ്പാറു. സോപ്പിട്ടേ കുളിക്കത്തുള്ളൂ. ഇതിന്റെ മാറ്റുള്ളൂ. നമ്മൾ ഓടാൻ നിക്കണേ. എത്ര? ഓ അവിടെ പോയെണ്ണ്. ഒരു കുഴപ്പമില്ല. അവരവിടെ കിടന്ന് മെന ഉണ്ടാക്കുന്നതോ പ്രശ്നല്ല. 10, 20, 30, 40, 50, 60. ആ ബാഗ് നിങ്ങൾ അവിടെ അങ്ങനെ വിട്. ആ You don't know, guys. വാടി വിടുന്ന സൊല്ലാം. ഹരിച്ചേട്ടനെ കണ്ടു. ജിനു ഇങ്ങനെ പോരെ. എനിക്കാണെങ്കിൽ ഈ സാറ്റ് കളിക്കുമ്പോൾ എപ്പോഴും മുള്ളാൻ മുട്ടും. എക്സൈറ്റ്മെന്റ് കൂടി. ആരാദ്യം കണ്ടുപിടിക്കുന്നത്? എൽസ പോയി സാറ്റടിച്ചു. 60 എങ്ങിട്ട് തന്നെ ഞങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റും. ആ ശരിയാവത്തില്ല. അത് വേണ്ട. ഓ ഫ്രണ്ടിനെ സേവ് ചെയ്യാനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ 3 തവണ ഉണ്ട്. ഇത്രയും വരുമ്പോ നിങ്ങൾ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ സ്ഥലത്ത് മാത്രം ഒളിക്കാനുള്ളൂ. എന്നിട്ട് 3 തവണ ഇവള് തന്നെ എണ്ണേണ്ടത്. 3ാമത്തെ തവണയാണ് ആദ്യം ആരെയാണോ കാണുന്നത് അവരെണ്ണേണ്ടത്. എനിക്കറിയത്തില്ല. അവർ ഡിസിഷൻ പെൻഡിങ്ങിലാണ്. സോ നമുക്ക് നോക്കാം എന്താവുന്നു. നല്ല ഒന്നാന്തരം ഓട്ടമായിരുന്നു ഇന്നത്തെ. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോയത്. അവരുടെ ഡിസിഷൻ എന്താ നമുക്ക് നോക്കാം. എന്താ നിങ്ങളുടെ ഡിസിഷൻ? എന്തെടുക്കാൻ പോവാ? അതെ എന്തെടുക്കാൻ പോവാ? പക്ഷെ ഹരിച്ചേട്ടൻ എണ്ണണമായിരുന്നു. എന്താ നിന്റെ അഭിപ്രായം? ഹരിച്ചേട്ടൻ എണ്ണണമുണ്ടോ? വേണം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കളി. എന്നാ ഹരിച്ചേട്ടനും കൂടെ എണ്ണി കഴിയട്ടെ. സോ ഗായ്സ് ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇവളുടെ വീട്ടിലായിരുന്നു വന്നിരുന്നത്. നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ നല്ല സൂപ്പർ ഫുഡും കിട്ടി. അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അല്ലല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. സോ ഞങ്ങളപ്പം എന്താ പറയണ്ടേ, കഴിഞ്ഞു. ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവൾമാർ കുറച്ച് റീലെടുത്തു.
പിന്നെ എല്ലാവരും കൂടെ കുറച്ച് പിക്സ് എടുത്തു. കുറച്ചധികം ടൈം ഞങ്ങൾ എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്തു. നല്ല ടൈം ഉണ്ടായിരുന്നു, സ്പെൻഡ് ചെയ്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും തിരിച്ചു പോകാം. ഞങ്ങൾ നല്ല രീതിയിൽ ലേറ്റ് ആവും. ഇവിടെ റൂമിൽ പോകണം. ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ റൂമിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവും. എൽസയ്ക്ക് എന്താ പറയുക ഞങ്ങൾ ഇന്ന് വന്നതിൽ? സന്തോഷം, വളരെ അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട്? കുളത്തിലായിരുന്നു ഗൈസ്. ഇവർ പോരാ, വൈബുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിടുക ഗൈസ്. വെറും വിടണ്ട കേട്ടോ. ഞാൻ അങ്ങനെ പലതും പറയും, വിടരുത്. അപ്പം അങ്ങനെയാണ്. സോ എന്താ ഇനി എന്താ പറയാനുള്ള ഒന്നുമില്ല. അത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. വീട്ടിൽ പോവാണ് ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിലും പോകുന്നു ഗൈസ്. എന്നാലും ഞാൻ കിടന്നുറങ്ങും. അവൾ കിടന്നുറങ്ങും. എന്നിട്ട് ഞങ്ങൾ ഇനി ട്രെയിൻ കയറാൻ വേണ്ടി പോവാം. സോ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു ബായ് പറയാൻ വേണ്ടി വരുമോ ഗൈസ്? ഒരു ബായ് പറയോ ഗൈസ്? സോ ഇന്നത്തെ ഡേ ഹാപ്പി ആയിരുന്നു. ബായ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും